യെസ് ഫ്രണ്ട്സ്, യെസ്, നമ്മുടെ ബോർഡിൽ എന്താണ് കാണുന്നത്? ഫസ്റ്റ് മോഡൽ ഓക്സിലറി അല്ലെ? ഫസ്റ്റ് മോഡൽ ഓക്സിലറി ആയിട്ടുള്ള എന്താണിത്? വിൽ, വുഡ്. ഇതിനു മുമ്പ് ഈ വിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. എവിടെയാണ് ഇതിനു മുമ്പ് ഈ വിൽ ഞാൻ നിങ്ങൾക്ക് എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളത്? ഒന്ന് ഓർത്തു നോക്കിയേ, എവിടെയാണ്? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മോഡൽ ഓക്സിലറി ആയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് വില്ല് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ ഓക്സിലറി ഏതാണ്? വില്ല് തന്നെയാണ്. ഓക്കെ, സോ ഇത് എവിടെ കണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓർത്തോ? എവിടെയാണ്? ദെൻ ഫ്യൂച്ചർ ടെൻസ് അല്ലെ? എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? അത് ഫ്യൂച്ചർ ടെൻസിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് അല്ലെ? ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ എവിടെ? ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ നമ്മൾ എവിടെയാ യൂസ് ചെയ്യുന്നത്? സിമ്പിൾ ഫ്യൂച്ചറിൽ വിൽ വന്നിട്ടുണ്ട്, ദെൻ വിൽ ബി, വിൽ ഹാവ് അല്ലെ? അപ്പൊ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്? വിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ്. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന ഒരു അറിവാണ് അല്ലെ? വില്ലിന് ഇങ്ങനെയുള്ള യൂസുകളൊക്കെ ഉണ്ട്, നമുക്ക് അറിയാവുന്ന ഒരു അറിവ്. ഓക്കെ, ഇനി ആ ടെൻസ് മാറ്റി വെച്ചിട്ട് വിൽ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബിനായിട്ട് നമുക്ക് മറ്റൊന്നായിട്ട് അങ്ങ് പരിഗണിക്കാം. ഓക്കെ, ഇത് ആ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്ന ആ വില്ല് എന്ന് പറയുന്ന ആ ഒരു വില്ലുണ്ടല്ലോ, അത് അവിടെ നിന്നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു മോഡൽ ഓക്സിലറി എന്ന് പറയുന്ന ഒരു വില്ലിനെ നമുക്ക് എന്ത് ചെയ്യാം? പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് വൺ, വിൽ. വില്ലിന്റെ ഫസ്റ്റ് യൂസ് ടു ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. എന്താണ്? ടു ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. എന്തിനാണ്? ഫ്യൂച്ചറിനെ കുറിച്ച്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? ഫ്യൂച്ചർ ടെൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്ത്? ഫ്യൂച്ചർ ടെൻസ് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ദെൻ മേക്ക് എ റിക്വസ്റ്റ് ആണ്. എന്താണ് മേക്ക് എ റിക്വസ്റ്റ്? ഫോർമൽ റിക്വസ്റ്റ് ആണ്. ഓക്കെ, ഇൻഫോർമൽ അല്ല, ഫോർമൽ ആണ്. ഒരാളോട് ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? നമ്മള് വളരെ ഫോർമൽ ആയിട്ടുള്ള റിക്വസ്റ്റുകളൊക്കെ നമുക്ക് ഒരാളോട് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, അപേക്ഷകളാണല്ലോ നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മേക്ക് റിക്വസ്റ്റുകൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? മക്കളെ പറഞ്ഞ് എന്താണ് യൂസ് ചെയ്യുക? വില്ലാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഷോർട്ട് നോട്ട് എഴുതി എടുക്കണം. പഠിക്കുന്ന ക്ലാസ് കേൾക്കുമ്പോൾ വെറുതെ ഇരുന്ന് ക്ലാസ് കേൾക്കരുത്. നോട്ടും പെന്നും കയ്യിലെടുത്തിട്ട് ചെറുതായിട്ട് ഷോർട്ട് നോട്ട് എഴുതുക. സ്പീഡപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അത് ഷോർട്ട് നോട്ടിന് ശേഷം എന്ത് ചെയ്യുക? വീണ്ടും ക്ലാസ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ദെൻ തേർഡ് വൺ, പ്രോമിസ് ആൻഡ് ഡിറ്റർമിനേഷൻ. നമുക്ക് എന്ത് ചെയ്യണം? ഒരാൾക്ക് പ്രോമിസ് കൊടുക്കണം. പ്രോമിസ് കൊടുക്കാൻ പ്രോമിസുകളൊന്നും പാലിക്കണമെന്നില്ല, എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം? പ്രോമിസ് കൊടുക്കാം അല്ലെ? നമുക്ക് എപ്പോഴും പ്രോമിസ് കൊടുക്കാം മറ്റുള്ളവർക്ക് അല്ലെ? ഞാനത് ചെയ്യും, ഞാനത് ചെയ്തു തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് കൊടുക്കാം അല്ലെ? ഡിറ്റർമിനേഷനും ഉണ്ട്. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ. അത് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം, നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യാം? ഡിറ്റർമിൻ ചെയ്യാം അല്ലെ? നമുക്ക് സ്വന്തമായിട്ട് ഇന്ന് മുതൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് ഡിറ്റർമിനേഷൻ ചെയ്യാം. മറ്റുള്ളവരുടെ കാര്യത്തിലും അവർ ഇന്ന് മുതൽ ഇങ്ങനെ ആവണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിനേഷൻ ചെയ്യാം. ഓക്കെ, ദെൻ ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമോ കണ്ടീഷണൽ ക്ലോസ്? നമുക്ക് ഈഫ് ഒക്കെ വെച്ചിട്ട് വരുന്ന ഈഫ് ക്ലോസുകൾക്കാണ് നമ്മൾ ഈ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയാം. അത് നമുക്ക് കുറച്ചും കൂടെ ഗ്രാമർ പാർട്ടുകൾ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കണ്ടീഷണൽ ക്ലോസുകൾ, ഡിഗ്രി ഓഫ് കമ്പാരിസണും കണ്ടീഷണൽ ക്ലോസുകളും ഈഫ് ക്ലോസുകളും ഒക്കെ എടുക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസ് ഉണ്ട്. അത് എന്ത് ചെയ്യാണ്? അത് ഇവിടെ വില്ലിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാർട്ടിൽ ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മോഡൽ ഓക്സിലറി വെർബായിട്ടുള്ള വില്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വില്ലിന്റെ യൂസുകൾ കണ്ടു. എന്താണ്? ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. വീണ്ടും നമ്മൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ, റിപ്പീറ്റ് ചെയ്ത് കൂടെ നിങ്ങൾ പറയുകൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ടൈമിൽ തന്നെ അത് പഠിക്കാൻ കഴിയും. അങ്ങനെ അത്രയും സിമ്പിൾ ആണ് ഇതൊക്കെ. ഓക്കെ, എന്താണ്? ടു ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ, മേക്കിംഗ് റിക്വസ്റ്റ്, പ്രോമിസ് ആൻഡ് ഡിറ്റർമിനേഷൻ ആൻഡ് ഫസ്റ്റ് കണ്ടീഷണൽ കേസ്. ഓക്കെ, ഈ 4 കേസുകളാണ് വില്ലിൻ്റെത് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ടു ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഫ്യൂച്ചർ ടെൻസിൽ എന്ത് യൂസ് ചെയ്യാറുണ്ട്? നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയും. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? പറയാൻ വേണ്ടി യൂസ് ചെയ്യും. ഐ വിൽ ബി ഇൻ ചെന്നൈ നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കിൽ ഞാൻ എവിടെയായിരിക്കും? മക്കളെ എന്ന് പറഞ്ഞേ. ഞാൻ എവിടെയായിരിക്കും? ചെന്നൈയിലായിരിക്കും. ഓക്കെ, ഇതാ ഇവിടെ വില്ല് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഓക്കെ, ദെൻ the train will leave at 4 o'clock. The train will leave at 4 o'clock. ട്രെയിൻ എത്ര മണിക്ക് പോവും? ഒന്ന് പറഞ്ഞ. ഫ്യൂച്ചർ ആണത്. ട്രെയിൻ എപ്പോഴാ പോവാ? ട്രെയിൻ എപ്പോ പോവും?
വില്ലാണ്. ട്രെയിൻ എപ്പോഴാ പോകുന്നത്? 4 o'clock പോകും. അപ്പൊ ഫ്യൂച്ചറിലുള്ള ഇനി എന്ത് ഫ്യൂച്ചർ ടെൻസ് പോയിട്ട് നിങ്ങൾ നോക്കുക. ഫ്യൂച്ചർ ടെൻസ് പോയി നോക്കുമ്പോൾ അതിലെ വില്ലിന്റെ എല്ലാ എക്സാമ്പിൾസും എന്താണ്? അതിലെ വില്ലിന്റെ എല്ലാ എക്സാമ്പിളും എന്താണ്? ടു ടോക്ക് അബൌട്ട് ഫ്യൂച്ചർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ 2 എക്സാമ്പിൾ ആയിട്ട് ഞാൻ ചുരുക്കിയത്. ഫ്യൂച്ചർ ടെൻസിന് ഒത്തിരി എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഫ്യൂച്ചർ ടെൻസിലെ എക്സാമ്പിൾ കംപ്ലീറ്റ് എന്താണ്? അത് എന്താണ്? ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, മോഡൽ ഓക്സിലറി ആയിട്ടുള്ള വില്ലിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? നമ്മൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് പഠിച്ചിട്ടുള്ള എല്ലാ എക്സാമ്പിളും എന്താണ്? ടു ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ അതിലാണ് ഉൾപ്പെടുക. അതുകൊണ്ടാണ് വെറും 2 എക്സാമ്പിൾ വന്നത്. അപ്പൊ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയാനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരെ യൂസ് ചെയ്യാം? ടു ടോക്ക് അബൌട്ട്. ആരെ കുറിച്ച് ആരെടുക്കാം? ഫ്യൂച്ചറിൽ എന്ത് പറയണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വില്ല് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, മേക്ക് യു റിക്വസ്റ്റ്. റിക്വസ്റ്റ് ആണ് അല്ലെ, അപേക്ഷിക്കുകയാണ് അല്ലെ. നമുക്ക് ഒരുപാട് നമ്മുടെ ലൈഫിലൊക്കെ ഒരു ദിവസം എത്ര തവണ നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു വരുന്നുണ്ട്, അപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കില്ല എന്ന് മാത്രം. നമ്മൾ വീട്ടിലാണെങ്കിൽ അമ്മനോട് അച്ഛനോടൊക്കെ എത്ര തവണ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്താണ്? അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ നോക്കാം, വിൽ യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്. ഓക്കെ, വിൽ യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്. എന്ത് ചെയ്യും? ആ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാമോ എന്ന് ചോദിക്കാറില്ല മക്കളെ? ഉണ്ട്. പക്ഷെ നിങ്ങളത് മലയാളത്തിലായിരിക്കും ഇത്രയും കാലം ചോദിച്ചിട്ടുണ്ടാവുക. ഇനി ഒന്നും നോക്കണ്ട, മോഡൽ ഓക്സിലറി വെർബ് പഠിച്ചു. ഇനി ധൈര്യമായിട്ട് ചോദിക്കാം, വിൽ യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്. ഓക്കെ, എന്താണ്? വിൽ യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. ഓക്കെ, then will you send this letter for me? Will you send this letter for me please? ഈ ലെറ്റർ ഒന്ന് എനിക്ക് വേണ്ടി ഇതൊന്നൊന്ന് പോസ്റ്റ് ചെയ്യോന്ന്. എന്താണ്? ഈ ലെറ്റർ എനിക്ക് വേണ്ടിയിട്ടൊന്ന് എന്ത് ചെയ്യാണ്? ഒന്ന് സെൻഡ് ചെയ്യോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, then will you get me a glass of water please? Okay, വളരെ റിക്വസ്റ്റ് ആണ് അല്ലെ. വെള്ളത്തിനൊന്ന് എണീറ്റ് പോയി വെള്ളം എടുത്ത് കുടിക്കാനും നമുക്ക് വയ്യ, മടിയാണോ അല്ലേ? എന്താ ചെയ്യാ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? will you get me a glass of water. എങ്ങനെയാണ്? will you get me a glass of water. ഓക്കെ, അപ്പൊ റിക്വസ്റ്റ് ചോദിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു? റിക്വസ്റ്റിന് വേണ്ടിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? മേക്കിംഗ് റിക്വസ്റ്റിന് വേണ്ടിട്ട് എന്ത് യൂസ് ചെയ്തു? will എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി യൂസ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു മക്കളെ? മറന്നോ? ഇല്ലല്ലോ. ഫസ്റ്റ് എന്തിനായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഫ്യൂച്ചർ ടെൻസ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ഒന്ന് പെട്ടെന്ന് നോക്കി പറഞ്ഞേ. മേക്കിംഗ് റിക്വസ്റ്റ് ആണ്. എന്താണ്? റിക്വസ്റ്റ്. ഓക്കെ, ദെൻ തേർഡ് വൺ പ്രോമിസ് ആൻഡ് ഡിറ്റർമിനേഷൻ. എന്താണ്? പ്രോമിസ് കൊടുക്കുകയാണ്. നമ്മൾ ഒരാൾക്ക് എന്ത് ചെയ്യണം? നമ്മളൊരാൾക്ക് വാക്ക് കൊടുക്കുകയാണ് അല്ലെ, ഉറപ്പ് കൊടുക്കുകയാണ്. ദെൻ ഡിറ്റർമിനേഷൻ, നമ്മുടെ തീരുമാനങ്ങൾ, സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, നോക്കാം. ഐ വിൽ നോട്ട് ടെൽ എനിവൺ. നമ്മൾ എല്ലാവരോടും എപ്പോഴും പറയുന്നതാണ് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ അപ്പുറത്ത് പോയി പറയുകയും ചെയ്യും അല്ലെ. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയാറില്ലേ? അവര് നിങ്ങളോട് വളരെ രഹസ്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഇത് ആരോടും പറയരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാൽ അവർ പറ്റിക്കാറുള്ളത്? അതെ, ഈ ഡയലോഗ് പറഞ്ഞിട്ടല്ലേ അവർ പറ്റിക്കാറുള്ളത്. എന്താണ്? ഐ വിൽ നോട്ട് ടെൽ എനിവൺ. സത്യമാണല്ലേ, ഞാൻ ഇത് ആരോടും പറയില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്ത് ചെയ്യും? പതുക്കെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പറയുകയും ചെയ്യും അല്ലെ. വല്ലാത്തൊരു പ്രോമിസ് ആണത് അല്ലെ. സോ that is promise. ഇതെന്താണ്? പ്രോമിസ് ആണ്. പ്രോമിസ് പറയാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത് മക്കളെ? പ്രോമിസ് പറയാൻ എന്താ? വില്ലാണ്. വില്ലിന്റെ കൂടെ ഇവിടെ നോട്ടൊക്കെ കണ്ടോ? അതാണ് നമ്മളെന്ത് പറഞ്ഞു? നോട്ടിന് വേറെ ആരുടെയും സഹായം വേണ്ട കേട്ടോ. നെഗറ്റീവായിട്ട് പറയാനും വില്ലാണെന്നല്ല, ഏത് മോഡൽ ഓക്സിലറി ആണെങ്കിലും നെഗറ്റീവിന് നോട്ട് മാത്രം മതി. ഓക്കെ, ദെൻ നോക്കാം. ഐ വിൽ നോട്ട് ടെൽ എനിവൺ. എന്താണ്? ഐ വിൽ നോട്ട് ടെൽ എനിവൺ. ഞാൻ എന്ത് ചെയ്യും? ഇതാരോടും പറയില്ല എന്നൊരു പ്രോമിസ് അങ്ങ് കൊടുത്തു, വില്ല് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ദെൻ ഐ വിൽ ഡു ഇറ്റ്. എന്താണ്? ഐ വിൽ ഡു ഇറ്റ്. ഞാനിത് ചെയ്യും. ഓക്കെ, എപ്പോഴും പറയുന്നതാണ് അല്ലെ. ഐ വിൽ ഡു ഇറ്റ്. ഇതൊരു ഫീച്ചറും കൂടെയാണ് അല്ലെ. ഐ വിൽ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു ഫീച്ചറും കൂടെ ഉണ്ട്. ഞാനത് ചെയ്യും. എന്താണ്? ഞാനത് ചെയ്യും. അത് സ്ട്രോങ് ഡിറ്റർമിനേഷനും ആണ്, ഒരു പ്രോമിസും ആണ്. ഓക്കെ, ദെൻ I will pass my driving test. എന്താണ്? I will pass my driving test. എന്താണ്? സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണ്. അതങ്ങ് പഠിച്ചെടുക്കും. അതുപോലെ നിങ്ങൾ പറയാറില്ലേ, I will pass my SLC exam. I will pass my
എന്താണ് നമ്മുടെ യൂണിറ്റ് ടെക്സ്റ്റ് അല്ലെ. അങ്ങനെ നമ്മൾ എന്താണെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കുക. എക്സാം ഞാൻ പാസ്സാവും, അല്ലെങ്കിൽ മത്സരത്തിന് ഞാൻ ജയിക്കും, അല്ലെങ്കിൽ സ്പോർട്സ് ഐറ്റത്തിന് ഞാൻ ജയിക്കും എന്നൊക്കെ പറയാൻ ഡിറ്റർമിനേഷൻ പറയണം അല്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് ഡിറ്റർമിനേഷൻ പറയണമെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം മക്കളെ? ഇതാ വില്ല് യൂസ് ചെയ്യണം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഐ വിൽ പാസ് മൈ ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെ, ഞാൻ എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ചെയ്യും. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ ആണ്. ഡിറ്റർമിനേഷൻ പറയാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത് മക്കളെ? ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? വില്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വില്ലിന്റെ ഇൻട്രൊഡക്ഷൻ പഠിപ്പിച്ചപ്പോ, അല്ലെങ്കിൽ മോഡൽ ഓക്സിലറിയുടെ ഓക്സിലറിയുടെ തന്നെ ഇൻട്രൊഡക്ഷൻ പഠിപ്പിച്ചപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റിലോട്ട് നോക്കണ്ട, വെർബിലോട്ട് നോക്കണ്ട, ടെൻസിലോട്ട് നോക്കണ്ട. കാരണം എന്താണ്? ഞാനിപ്പോ നിങ്ങൾക്ക് സബ്ജക്റ്റ് പറഞ്ഞു തന്നു, അവിടെ കൈ കിടക്കുന്നുണ്ട് അല്ലെ. സബ്ജക്റ്റിലോട്ട് ഞാൻ നോക്കിയില്ല, കാരണം സബ്ജക്റ്റ് ഇതിന് വേണ്ടാന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ വെർബ്, വെർബൊക്കെ എന്താണ്? ഇതൊക്കെ ഒന്ന് നോക്കിയ മക്കളെ. നിങ്ങൾ എന്താണ് കാണുന്നത്? V1 ആണ്. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ കേട്ടത് ഓർമ്മയുണ്ടോ? എന്താണ് ഞാൻ പറഞ്ഞത്? എന്ത് വന്നാലും വെർബിലോട്ട് നോക്കണ്ട, വെർബ് ബേസ് ഫോം ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിലെ വെർബിനെയും പ്രോണോണിനെയും ഒന്നും എടുത്തു പറയാത്തത്. വെർബിനും പ്രോണോണിനും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണോ യൂസ് ചെയ്യുന്നത് അതിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് വൺ എന്താണ്? പ്രോമിസ് ആൻഡ് ഡിറ്റർമിനേഷൻ ആണ്. എന്താണ്? പ്രോമിസ് ആൻഡ് ഡിറ്റർമിനേഷൻ ആണ്. വീണ്ടും ഓരോന്നും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഒന്ന് പറഞ്ഞ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇവിടെ എന്തായാലും ഇല്ലല്ലോ അല്ലെ. അപ്പൊ ഇനി നിങ്ങളൊന്ന് പറഞ്ഞ്, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണുന്നുണ്ടോ? എന്തായിരുന്നു ഫസ്റ്റ് വൺ? ഫ്യൂച്ചർ ആയിരുന്നു അല്ലെ. ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ എന്തായിരുന്നു? വില്ലായിരുന്നു അല്ലെ. സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് വൺ എന്തായിരുന്നു? ഇവിടെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, എന്തായിരുന്നു സെക്കൻഡ് വൺ? എന്തായിരുന്നു? ടോക്കിംഗ് അബൌട്ട് ദ റിക്വസ്റ്റ് ആയിരുന്നു. എന്തായിരുന്നു? റിക്വസ്റ്റ് ആയിരുന്നു. ദെൻ തേർഡ് വൺ എന്തായിരുന്നു? പ്രോമിസ് ആൻഡ് ഡിറ്റർമിനേഷൻ ആയിരുന്നു. അപ്പൊ 3 യൂസ് പഠിച്ചു കഴിഞ്ഞു. റിക്വസ്റ്റ്, പ്രോമിസ് ആൻഡ് ഡിറ്റർമിനേഷൻ, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, ഇത് കഴിയുമ്പോഴേക്കും ഞാൻ റിപ്പീറ്റ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ യൂസുകൾ റിപ്പീറ്റ് ആയിട്ടുള്ള വേർഡ്സിലൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ക്ലാസ്സിലൂടെ തന്നെ എന്ത് ചെയ്യും? പഠിച്ചു കഴിയും. ഓക്കെ, ദെൻ ഫസ്റ്റ് കണ്ടീഷനുടെ കേസിൽ നമ്മൾ ഒരുപാട് കണ്ടീഷനുടെ ഒരു ഇതിലോട്ട് കടക്കുന്നില്ല, കാരണം ഇതൊരു വിശദമായിട്ട് എടുക്കേണ്ട ഒരു പാർട്ട് തന്നെയാണ്. അപ്പൊ അതൊരു വില്ലിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവും, കംപ്ലീറ്റ് ആവുകയില്ല. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കാം എന്താണ് ഫസ്റ്റ് കണ്ടീഷനിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ദെൻ നമുക്ക് അടുത്ത ഗ്രാമർ പാർട്ടിലൊക്കെ ഇത് വരുമ്പോൾ അവിടെ വിശദമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ നോക്കാം. I will see him, I will let her. I will see he, I will let her. Okay, then if don't study, എന്താണ് if don't study? ഇത് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ. ഇത് എപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. if don't study you will fail അല്ലെ. നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു ഡയലോഗാണിത് അല്ലെ. ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ പറയുന്ന ഒരു ഡയലോഗാണ്. അതുകൊണ്ട് ഈ ഡയലോഗ് നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ആവും. എന്താണ്? ഇഫ് ഡോണ്ട് സ്റ്റഡി യു വിൽ ഫെയിൽ. നീ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നീ പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുക? നീ എന്താവും? ഫെയിൽ ആവും അല്ലെ. നീ പഠിച്ചിട്ടില്ലെങ്കിൽ നീ എന്ത് സംഭവിക്കും? യു വിൽ ഫെയിൽ എന്ന് പറയുന്ന ഫസ്റ്റ് കണ്ടീഷനിൽ എന്ത് ചെയ്യും? യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു ഒന്ന് ഓർത്തു നോക്കി മക്കളെ. എന്തായാലും ബോർഡിൽ കാണുന്നില്ല, അപ്പൊ നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കിയേ. 4 യൂസുകൾ, വെറും 4 യൂസുകളാണ് ഞാൻ വില്ലിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ എന്താണ്? ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. എന്താണ് ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ? ദെൻ റിക്വസ്റ്റ് അല്ലെ, ഒരാളോട് നമുക്ക് എന്ത് ചെയ്യാം? അപേക്ഷിക്കാൻ അല്ലെ, റിക്വസ്റ്റ് ചെയ്യാൻ. ദെൻ തേർഡ് വൺ എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ? പ്രോമിസ് ആൻഡ് ഡിറ്റർമിനേഷൻ ആയിരുന്നു. പ്രോമിസ് ആൻഡ് ഡിറ്റർമിനേഷൻ. മറ്റൊന്ന് എന്തായിരുന്നു? ഫസ്റ്റ് കണ്ടീഷണൽ കേസിൽ യൂസ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, അപ്പോ 4 യൂസുകൾ. ഓക്കെ, 4th യൂസും പഠിച്ചു എന്ന് കരുതുന്നു. ദെൻ വോട്ട്. എന്താണ് വോട്ട്? അതിന്റെ പാസ്റ്റ് ഫോം അല്ലെ, വില്ലിന്റെ പാസ്റ്റ് ഫോം. നോക്കാം, ഇതിനും 4 യൂസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പൊളൈറ്റ് റിക്വസ്റ്റ്. വില്ല് എന്തായിരുന്നു? വലിയ ഫോർമൽ റിക്വസ്റ്റ് ആയിരുന്നു. ഇത് അതിൽ നിന്ന് ഒന്നും കൂടെ അങ്ങ് താഴണം. ഓക്കെ, ഒന്നും കൂടെ അപേക്ഷിക്കണം. ഓക്കെ, പ്ലീസ് അല്ലെ, അതാണ് ഒന്നും കൂടെ അങ്ങോട്ട് പൊളൈറ്റ് ആണ്. മലയാളത്തിലാണെങ്കിൽ പ്ലീസ്, ദയവായി എന്ന് പറയില്ലേ,
അത്രയും അങ്ങ് പൊളൈറ്റ് ആവാണ്. ഓക്കെ, അത്രത്തോളം. വില്ല് എന്ന് പറഞ്ഞാൽ അത്ര പൊളൈറ്റ് അല്ല, വില്ലിനേക്കാൾ പൊളൈറ്റ് ആണ് എന്ത് റിക്വസ്റ്റ് ആണ് എന്ത് യൂസ് ചെയ്യാം, വുഡ് യൂസ് ചെയ്യാം. വില്ലിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരാളോട് പൊളൈറ്റ് ആയിട്ട് ബഹുമാനത്തോടു കൂടി അങ്ങേയറ്റം താഴ്ന്നു ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വുഡ് യൂസ് ചെയ്യാം. അതും റിക്വസ്റ്റിന് വില്ല് യൂസ് ചെയ്യാം. പക്ഷെ അതിൽ കൂടുതൽ പൊളൈറ്റ് എന്ത് തോന്നും, അതിൽ കൂടുതൽ ഒരു പൊളൈറ്റ്നെസ് നമുക്ക് എവിടെ തോന്നും, ഇതായി വുഡിൽ തോന്നും. സോ പൊളൈറ്റ് റിക്വസ്റ്റ്. ഓക്കെ, ദെൻ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. ഷുവർ അല്ലേ, നമ്മുടെ ഇതെന്താണ്, വുഡ് എന്തായാലും നിങ്ങൾക്ക് എന്താണ്, വില്ലിന്റെ പാസ്റ്റ് ആണെന്നല്ല അറിയാം അല്ലെ, വുഡിന്റെ എന്താണ്, പാസ്റ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ, പാസ്റ്റിൽ നമുക്ക് ഉണ്ടായിരുന്നുള്ള ഹാബിറ്റുകളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോഴല്ല കേട്ടോ, ഇപ്പൊ അതൊന്നുമില്ല കേട്ടോ, പാസ്റ്റിൽ മാത്രമാണ്. അപ്പൊ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഹാബിറ്റുകൾ എന്താണ്, പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഹാബിറ്റുകൾ പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യാ, എന്താണ്, വുഡാണ് യൂസ് ചെയ്യുക. എന്താണ്, പാസ്റ്റ് ഉണ്ടായിരുന്ന ഹാബിറ്റ് പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക, വുഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് കണ്ടീഷണൽ. അപ്പൊ കണ്ടീഷണൽ ഫോമുകൾക്ക് ഇതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. അപ്പൊ സെക്കൻഡ് കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ അവിടെ പറഞ്ഞു, നീ പഠിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും, നീ ഫെയിൽ ആവും. ഓക്കെ, ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വുഡ് എന്താണെന്ന് വെച്ചാൽ നടക്കാൻ സാധ്യതയില്ലാത്തതാണ് ഈ സെക്കൻഡ് കണ്ടീഷനിൽ പറയാം. ഞാൻ പറഞ്ഞു കണ്ടീഷൻ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കും, ഇത് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയുകയാണെന്ന് മാത്രം. ഓക്കെ, അപ്പോ സെക്കൻഡ് കണ്ടീഷനിൽ വരുമ്പോ ആ സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസിൽ വരുമ്പോ എന്ത് ചെയ്യും, ഈ ഒരു വുഡിന്റെ യൂസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഓഫർ സംതിങ് പൊളൈറ്റ്ലി. ഓഫർ സംതിങ്, വളരെ എന്തെങ്കിലും ഒന്ന് നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓഫർ ചെയ്യാണ്. ഓക്കെ, എങ്ങനെ, അതും വെറുതെ അങ്ങ് ഒരു കുറച്ച് ഗൗരവത്തിലൊന്നല്ല നമ്മളത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത്, വളരെ പൊളൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഓഫർ ചെയ്യാണ്. ഓക്കെ, then ഇതിന്റെയൊക്കെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ മീനിങ് ഒന്നും കൂടെ ക്യാച്ച് ആവും. ദെൻ പൊളൈറ്റ് റിക്വസ്റ്റ് അല്ലെ, പൊളൈറ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്യണം. എന്താണ് ഈ പൊളൈറ്റ് റിക്വസ്റ്റ്, വുഡ് യു ക്യാരി ദിസ് ഫോർ മീ. ഓക്കെ, അവങ്ങ് അപേക്ഷിക്കണം, നമ്മളെ കൊണ്ട് കയ്യില്ല അത് എടുക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാളോട് വളരെയധികം ഇത് എനിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് എടുക്കും. ഓക്കെ, എനിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് എടുത്തു കൊണ്ടുപോകും. ഓക്കെ, അങ്ങനെ വളരെ വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുകയാണ്, എന്താണ്, വുഡ് യു ക്യാരി ദിസ് ഫോർ മീ, എനിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് എടുത്തു കൊണ്ടുപോകും. ഓക്കെ, ദെൻ വുഡ് യു ഡു മീ എ ഫേവർ, എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫേവർ ചെയ്യും, എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യും, അങ്ങനെ ചോദിക്കാറില്ലേ, എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫേവർ ചെയ്യും. ഓക്കെ, ദെൻ ഐ വുഡ് ലൈക്ക് ടു ഗോ ഹോം നൗ, ഐ വുഡ് ലൈക്ക് ടു ഗോ ഹോം നൗ. ഇതെന്താണ്, ഇതും എന്താണ്, ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഞാനിപ്പോ എന്ത് ചെയ്യാം, ഐ വുഡ് ലൈക്ക് ടു, എനിക്കിപ്പോ വീട്ടിൽ പോകണം. ഇതെന്താണ്, ഇതും ഒരു തരം എന്താണ്, പൊളൈറ്റ് റിക്വസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് പറയാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, വുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വില്ലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിക്വസ്റ്റിന് വില്ലും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും കൂടെ പൊളൈറ്റ്നെസ് തോന്നിക്കുക എന്താണ് വുഡാണ് അല്ലെ. നമ്മുടെ ഈ ഫോറിനേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ അതിന്റെ മീനിങ് അനുസരിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വില്ല് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പൊളൈറ്റ് ഒക്കെ ആയിട്ട് തോന്നി എന്ന് വരും. പക്ഷെ നമ്മള് ഇതൊരു ഫോറിൻ ലാംഗ്വേജ് ആണല്ലോ, അപ്പൊ അവിടെയൊക്കെ അവരൊരു ഫോറിനേഴ്സിനോടൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വില്ലിന് വില്ലും വുഡിന് വുഡും തന്നെ യൂസ് ചെയ്യണം. അവർക്കറിയാം ഏതാണ് പൊളൈറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ മോർ പൊളൈറ്റ് എന്താണ്, വുഡാണ്. ഓക്കെ, ദെൻ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. ഓക്കെ, കഴിഞ്ഞു പോയി നമ്മള് പാസ്റ്റിലുള്ള നമുക്കുള്ള കുറച്ച് ശീലങ്ങളൊക്കെ ഇപ്പൊ ഇല്ല. പാസ്റ്റിലുള്ള ചില ശീലങ്ങളൊക്കെ പറയാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, വുഡാണ് യൂസ് ചെയ്യുക. നോക്കാം. I would meet her on my way home. I would meet her on my way home. എന്താണ്, ഞാൻ അവളെ എവിടെ വെച്ച് കാണാറുണ്ടായിരുന്നു, പണ്ടൊക്കെ ഞാൻ എവിടെ വെച്ച് കാണും, ഞാൻ അവളെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ വെച്ചിട്ട് എന്തായിരുന്നു, ഞാൻ അവളെ എന്നും അവിടെ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ അവളെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാണാറുണ്ടില്ല, അതൊക്കെ അവളുടെ വഴിക്ക് പോയിട്ടോ. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ഇപ്പൊ കാണുന്നില്ല, അതൊക്കെ വെറുതെ നോക്കി നിന്നിട്ട് കാര്യമില്ല. I would meet her on my way home, അതൊക്കെ പണ്ടാണ്. പണ്ട് ആ പോകുന്ന വഴിയിൽ എന്ത് ചെയ്യുന്നായിരുന്നു, ഞാൻ അവളെ കണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, കാണില്ല. എന്നത് സ്ഥിരം ഹാബിറ്റ് ആയിരുന്നു അല്ലെ, സ്ഥിരം അവളെ സ്കൂളിലോട്ട് അതിലൂടെ ആവും പോവാം, അപ്പൊ അവരെന്താ സ്ഥിരമായിട്ട് കാണും. ഓക്കെ, പക്ഷെ ഇപ്പൊ എന്താണ്, ഇപ്പൊ കാണുന്നില്ല. ഓക്കെ, ദെൻ ഹി വുഡ് വാച്ച് TV all day. ഹി വുഡ് വാച്ച് TV all day. അവൻ എന്നും എന്ത് ചെയ്തിരുന്നു, TV കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട്. ഓക്കെ, ഇപ്പൊ ഇല്ല, പണ്ടാണ്. ഓക്കെ, അത് പാസ്റ്റ് ഹാബിറ്റ്സ് ആണെങ്കിലും എന്താണ് മക്കളെ, നോക്കിയേ ഇവിടെ ഉണ്ടോ, ഈ വുഡ് കിടക്കുന്നത് കാരണം എന്താണ്, ഇവിടെ ഉണ്ടോ, മോഡൽ ഓക്സിലറി ആയതുകൊണ്ട് ടെൻഷൻ വേണ്ട, മീറ്റിന്റെയും വാച്ചിന്റെയും ഒക്കെ പാസ്റ്റ് ഒന്നും തപ്പി പോവേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ,
അപ്പൊ എന്താണ്, പണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എപ്പോഴും ടി വി കാണാറുണ്ടായിരുന്നു. ഇപ്പൊ ടി വി കാണുന്നുണ്ടാവില്ല, കാരണം ഇപ്പൊ എല്ലാവരും കൂടുതൽ മൊബൈലല്ലേ യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടി വി കാണലൊക്കെ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ്. ഓക്കെ, എവറി സാറ്റർഡേ ഐ വുഡ് വിസിറ്റ് മൈ ഗ്രാൻഡ് മദർ. എവറി സാറ്റർഡേ ഐ വുഡ് വിസിറ്റ് മൈ ഗ്രാൻഡ് മദർ. എല്ലാ സാറ്റർഡേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ ഗ്രാൻഡ് മദറിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കാണുന്നില്ല കേട്ടോ. അതെന്താണ്, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോ പാസ്റ്റിലുള്ള എന്ത് ഹാബിറ്റ് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, വുഡ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഈ മോഡൽ ഓക്സിലറി എടുത്ത് യൂസ് ചെയ്യാം. പല കാര്യങ്ങളും പറയാൻ മോഡൽ ഓക്സിലറി യൂസ് ചെയ്താലുള്ള ഒരു മെച്ചം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഗ്രാമർ തെറ്റുന്ന ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് ഈ മോഡൽ ഓക്സിലറി യൂസ് ചെയ്യുമ്പോൾ ഈ കേസിൽ ഗ്രാമർ കുറവാണല്ലോ അല്ലെ. ഇങ്ങനെ വെർബിലോട്ട് നോക്കണ്ട, സബ്ജക്റ്റ് എന്താന്ന് നോക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പൊ എന്താണ്, ഗ്രാമറിലത്തെ മിസ്റ്റേക്ക് കുറഞ്ഞു കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ യൂസുകൾ ഇങ്ങനെ മോഡൽ ഓക്സിലറി വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ടൈമിൽ കൂടുതൽ സംസാരിക്കാൻ നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തെറ്റില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സംസാരിക്കാൻ കഴിയും. ഓക്കെ, സോ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് മക്കളെ, എന്താണ്, വുഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പോ പൊളൈറ്റ് റിക്വസ്റ്റ് പറയാൻ എന്താണ്, പൊളൈറ്റ് റിക്വസ്റ്റ് പറയാൻ എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നത്, വുഡ് ആയിരുന്നു. ദെൻ സെക്കൻഡ് വൺ എന്താണ്, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് കണ്ടീഷൻ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ വില്ലിൽ യൂസ് ചെയ്തു. ഓക്കെ, ദെൻ വുഡിൽ ഒരു സെക്കൻഡ് കണ്ടീഷൻ വരുന്നുണ്ട്. നടക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യമാണ് എന്ത്, സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നോക്കാം. If I had her number, if I had her number, I would call her. If I had her number, I would call her. അവളുടെ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ വിളിച്ചേനെ. ഒരു സാധ്യതയില്ല, അവളുടെ നമ്പറും കയ്യിലില്ല, ഇനിയൊക്കെ വിളിക്കാൻ പോകുന്നുമില്ല. പക്ഷെ എന്താണ് ഡയലോഗ്, എന്താണ്, ഇഫ് ഐ ഹാഡ് ഹെർ നമ്പർ ഐ വുഡ് കോൾ ഹെർ. അവളുടെ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, ഐ വുഡ് കോൾ ഹെർ, ഞാൻ അവളെ എന്ത് ചെയ്തേനെ, വിളിച്ചേനെ. പക്ഷെ അവളുടെ നമ്പർ നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് തന്നെ എന്താണ്, വിളിക്കാനുള്ള സാധ്യതയുമില്ല. അപ്പൊ എന്താണ്, സാധ്യതയില്ല, നടക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് സെക്കൻഡ് കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ if you visited us we would be happy. If you visited us, നീ ഞങ്ങളെ കാണാൻ വന്നിരുന്നെ, ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ we would be happy. എന്തായനെ, ഞങ്ങൾ എന്തായനെ, ഹാപ്പി ആയനെ. പക്ഷെ എന്താണ്, കാണാനൊന്നും വരാനുള്ള സാധ്യതയില്ല. കാണാൻ വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ, ഞങ്ങൾ ഹാപ്പി ആയനെ. അപ്പൊ നടക്കാൻ സാധ്യതയില്ലാത്ത കേസുകൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന നടക്കാൻ സാധ്യതയില്ലാത്ത കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, വുഡ് യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ദെൻ ഓഫർ സംതിങ് പൊളൈറ്റ്ലി. എന്താണ്, ഓഫർ സംതിങ് പൊളൈറ്റ്ലി. വളരെ അങ്ങ് പൊളൈറ്റ് ആവാം അല്ലെ, വളരെ പൊളൈറ്റ് ആയിട്ട് അങ്ങ് ഓഫർ കൊടുക്കാം. എന്താണ് ഓഫർ, എങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് ഓഫർ കൊടുക്കുക, വുഡ് യു ലൈക്ക് സം ടീ ഓർ കോഫി. വളരെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ് അല്ലെ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ്. വുഡ് യു ലൈക്ക് സം ടീ ഓർ കോഫി, കുറച്ച് ടീയോ കോഫിയോ എന്തെങ്കിലും ഒക്കെ അല്ലെ, എന്തെങ്കിലും ഒക്കെ ഒന്ന് കുടിക്കാം അല്ലെ. വളരെ പൊളൈറ്റ് ആയിട്ടൊന്ന് ഓഫർ കൊടുക്കാൻ. എന്താണ്, വളരെ പൊളൈറ്റ് ആണ്. ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അന്ന് കോഫി എടുത്തോ അല്ലെങ്കിൽ എന്താണ് എന്നാ ടീ എടുത്തോ എന്ന് പറയാൻ തോന്നും. അത്രയും പൊളൈറ്റ് ആണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അല്ലെ. അത്രയും ഓഫർ എങ്ങനെയാണ് തരുന്നത്, വളരെ പൊളൈറ്റ് ആണ് ആ ഓഫർ വെക്കുന്നത്. ഓക്കെ, ദെൻ വുഡ് യു ലൈക്ക് സം ഷേക്ക്. വുഡ് യു ലൈക്ക് സം ഷേക്ക്. ഷേക്ക് മീൻസ് ഈ ഷേക്ക് അല്ല, കുടിക്കുന്ന ഷേക്ക് കേട്ടോ. നിങ്ങൾ കുറച്ച് ഷേക്ക് എടുത്തോട്ടെ അല്ലെ, കുറച്ച് ചായ എടുത്തോട്ടെ. നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, നമ്മൾ പല ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കടയിലൊക്കെ ഉള്ള ആളുകളൊക്കെ നമ്മൾ അവിടെ ഉള്ളവരൊക്കെ നമ്മളോട് ഈ ഒരു മാനേഴ്സിലാണ് സംസാരിക്കുക അല്ലെ. നമ്മുടെ വീട്ടിലൊന്നും ചിലപ്പം ഇത്രത്തോളം ചായ എടുത്തോട്ടെ കോഫി എടുത്തോട്ടെ അങ്ങനെ അങ്ങ് ഓഫറൊന്നും വന്നൊന്നും വരില്ല. നമ്മുടെ പാരന്റ്സിന്റെ അടുത്തുനിന്ന് അത്ര ഓഫറൊന്നും നമ്മൾ ചിലപ്പോൾ നമ്മുടെ അമ്മമാരൊന്നും ഇങ്ങനെ അങ്ങ് പൊളൈറ്റ് ആയിട്ടൊന്നും ഓഫർ തന്നോളന്നില്ല. പക്ഷെ നമ്മൾ ഹോട്ടലിലോ മറ്റു കടകളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ, കൂൾബാർ, ഹോട്ടൽ, വലിയ വലിയ റെസ്റ്റോറന്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് അവരുടെ ഒരു മാനേഴ്സിന്റെ ഭാഗമായിട്ട് അവരെന്തായാലും എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഈ ഓഫർ സംതിങ് വളരെ പൊളൈറ്റ് ആണ് അവർ യൂസ് ചെയ്യുക അല്ലെ. കാരണം അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവരെങ്ങനെ യൂസ് ചെയ്യും, വുഡ് യു ലൈക്ക് സം ടീ ഓർ കോഫി, വുഡ് യു ലൈക്ക് സം ടീ ഓർ കോഫി. ദെൻ വുഡ് യു ലൈക്ക് സം ഷേക്ക് അല്ലെ, വുഡ് യു ലൈക്ക് സം ഷേക്ക്, വുഡ് യു ലൈക്ക് സം ലൈം എന്നൊക്കെ പറയുന്ന പോലെ
എന്താണ് വളരെ പൊളൈറ്റ് ആയിട്ടാണ് എന്താണ് ഓഫർ തരുന്നത്. ഓക്കെ, അപ്പൊ വുഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓഫർ സംതിങ് പൊളൈറ്റ്ലി ആണ്. ഓക്കെ, നിങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? വലിയ വുഡ് എന്ന് എഴുതി അതിന് ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകൾ എഴുതി അതിന് ഒരുപാട് എക്സാമ്പിൾ ഒന്നും എഴുതി അത് 1 or 2 എക്സാമ്പിൾ ഒക്കെ എഴുതി വളരെ അണ്ടർസ്റ്റാൻഡ്. ഇതൊരുപാട് ഒരു എക്സാം ഇതിലല്ല, അതിനും അപ്പുറം ഇതൊരു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ വളരെ പൊളൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? വളരെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകൾ എഴുതിയെടുക്കുക. അപ്പോ എന്താണ് 4ാമത്തെ യൂസ് എന്തായിരുന്നു വുഡിന്റെ? ഓഫർ സംതിങ് പൊളൈറ്റ്ലി. ഓക്കെ, സോ വിൽ വുഡ്. ഓക്കെ, ലൈഫിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് വില്ലും വുഡും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? വില്ലും വുഡിന്റെയും ക്ലാസ്സുകൾ കണ്ടു, അതിന്റെ 4 യൂസുകൾ കണ്ടു അല്ലെ? 4 സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന വില്ലിന്റെയും വുഡിന്റെയും കണ്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി ഇങ്ങനെയുള്ള വില്ലും വുഡും വെച്ചിട്ടുള്ള വേർഡുകളൊക്കെ ഒന്ന് പോയി നോക്കാം. ഇത് നോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫ്യൂച്ചർ ടെൻസിൽ എന്ത് കിടക്കുന്നുണ്ട്? വില്ലിന്റെ യൂസുകൾ ഉണ്ട്. അപ്പൊ ഇനി വില്ലും വുഡൊക്കെ വെച്ച് വരുന്ന വേർഡുകൾ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അതിൽ ഏതിൽ പെടും? പൊളൈറ്റ് റിക്വസ്റ്റ് ആണോ, ഓഫർ ആണോ, അതോ ഫ്യൂച്ചർ ആണോ, കണ്ടീഷൻ ആണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യാം? കൂടുതൽ റിക്വസ്റ്റുകളൊക്കെ, പൊളൈറ്റ് റിക്വസ്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി മുതൽ വില്ലിലും വുഡിലും ഒക്കെ എന്ത് ചെയ്യുക? യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു മോഡൽ ഓക്സിലറി ആയിട്ട് വീണ്ടും കാണാം.